ഇവിടെ 10 പേരെ കൊന്നു, അവിടെ 10 പേരെ കൊന്നു, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഴിമതി പോലെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്. നല്ല ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട് ആളുകളാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആഗ്രഹം വെച്ചാക്കിയെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ല നിൽക്കുന്നത്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഇവളെ പോലെ രണ്ട് തന്തയ്ക്ക് പറഞ്ഞ മക്കൾക്കൊക്കെ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയും ഇന്ത്യൻ ആർമിയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഇവള് വിചാരിച്ചിരിക്കുന്നത്? അതല്ല ഉദ്ദേശം. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഒരു 10 പേരെ കൊന്നതിന് നമ്മൾ തിരിച്ച് 10 പേരെ കൊല്ലണമെന്നൊക്കെ ഇത്രയും കോൺഫിഡൻസോട് കൂടി ചോദിക്കുന്നത്? ഇന്ത്യയിൽ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മരിച്ചു വീണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് യാതൊരു സഹാനുഭൂതി ഇല്ലാതെയാണ്, വളരെ ഒരു കൂസലും ഇല്ലാണ്ട് ഇത്രയും മിടുക്കോടെ വന്നിരുന്നു പറയണത്. സത്യം പിന്നെ ചൂടാണ്ട് ഇല്ല അതോ ഇവക്കൊക്കെ ഈ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഇവക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് തരേണ്ട കാര്യമാണ്. തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും 10 സിവിലിയൻസിനെ അല്ല, ഇന്ത്യയിൽ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറ് കൊടുത്തു വളർത്തിവിട്ട ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇങ്ങ് സുരക്ഷിതമായിട്ട് ഇരുന്നുകൊണ്ട് അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറ്റങ്ങൾ പറയാനും അതുപോലെ പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ണീര് പൊഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃജനങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു വീഴുന്നത് വരെ നിങ്ങൾക്ക് ഈ മരണപ്പെട്ടു പോകുന്ന വ്യക്തികളൊക്കെ ഏതോ ഒരു വ്യക്തിയായിരിക്കും. ഇവളാള് കൊള്ളാമല്ലോ, ഏതായി കുട്ടി? പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് കാലുമേൽ കാലും കയറ്റി വെച്ചിരുന്ന് പുട്ടടിക്കുന്നത് അങ്ങ് അതിർത്തിയിൽ നമ്മുടെ പാവം സൈനികർ ആഹാരമില്ലാതെ ഉറക്കം വിളിച്ചിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രതിരോധം തീർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ